എടോ സത്യം പറ, എവിടെയാ പണമൊക്കെ? നീ മോഷ്ടിച്ച പണമൊക്കെ എവിടെയാ ഒളിപ്പിച്ച് വെച്ചിട്ടുള്ളത്? സാറേ, അത് ഇവിടെ തന്നെയുണ്ട്. ആ പായയില്ലേ, അതിന്റെ ബാക്കിലായിട്ടുണ്ട് സാർ. ഉമ്മച്ചി ഉമ്മച്ചി എനിക്ക് പേടിയാണ് ഉമ്മച്ചി. ആ കള്ളന് നോക്കിയേ, എന്നെ തന്നെ തുറച്ചു നോക്കുന്നേ. മോനെ, നീ പേടിക്കൊന്നും വേണ്ട കേട്ടോ. ഇവിടെ പോലീസ് കാക്കുമാരൊക്കെ ഉള്ളതല്ലേ, അപ്പൊ ഇന്നെ ഒന്നും ചെയ്യില്ല കള്ളൻ. മാഡം, നിങ്ങളൊന്ന് ഇങ്ങോട്ട് നോക്കിക്കേ. ഇതാണോ നിങ്ങളുടെ വീട്ടിൽ നിന്ന് എടുത്ത പൈസ? ആ അതെ സാറേ, ഇങ്ങനെ ഒരു കെട്ടാക്കി വെച്ചതായിരുന്നു ഞാൻ പൈസേനെ. ആ ശരി മാഡം, ഇത് നിങ്ങളൊന്ന് എണ്ണി നോക്കിയേ കറക്റ്റ് ഉണ്ടോന്ന്. ആ ഉണ്ട് സാറേ, എല്ലാം കറക്റ്റ് ആയിട്ടുണ്ട്. സാറേ പിന്നെ ഇല്ലേ സാറേ, ആ ചായക്കടക്കാരൻ കുമാരേട്ടനില്ലേ, കുമാരേട്ടന്റെ പൈസ ഇയാൾ എടുത്തിനാ പറഞ്ഞത്. അപ്പൊ ആ പൈസ എവിടെ പോയി? ആ, ഞാൻ ഒന്നുകൂടി നോക്കി നോക്കട്ടെ. നിങ്ങളും ഈ വീട് ഫുള്ളൊന്ന് സെർച്ച് ചെയ്ത്, ഇനി വേറെ എവിടെ നിങ്ങൾക്കും മോഷ്ടിച്ചതൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഓക്കെ സാർ. സാർ, ഇവിടെയുണ്ട് പൈസ. എനിക്ക് ഇവിടെ നിന്നും കിട്ടി. എടോ എടോ സത്യം പറയടോ, തന്റെ കയ്യിൽ എത്ര പൈസയുണ്ട്? ഇല്ല സാറേ, എന്റെ കയ്യിൽ ഇത്രയും പൈസ മാത്രമുള്ളത് സാറേ. സത്യം പറയടോ, താനേ ഇത് എവിടുന്നാ മോഷ്ടിച്ചത്? സാർ, അതെനിക്ക് ഓർമ്മയില്ല സാർ, അത് ഞാൻ പണ്ടും കണ്ടു മോഷ്ടിച്ചതാ സാറേ. നിന്റെ കൂടെ നീ മാത്രാണോ, ഇനി വേറെ ആരെങ്കിലും ഉണ്ടോ? ഞാൻ ഒറ്റക്കാ സാറേ മോഷ്ടിക്കുന്നത്, ഞാൻ ഒറ്റയ്ക്കാ മോഷണമൊക്കെ ചെയ്യുന്നത്. നടക്കങ്ങോട്ട് പോലീസ് സ്റ്റേഷനിൽ. ഇതിന്റെ ബാക്കി നിന്നോട് പോലീസ് സ്റ്റേഷനിൽ വെച്ച് ചോദിക്കാം. എനിക്കില്ലേ ഭയങ്കര സങ്കടാവുന്നു. ടൂർ കഴിയേണ്ടിയിരുന്നില്ല അല്ലേ? നമുക്ക് വയനാടൊക്കെ പോയി വരായിരുന്നു. ഏടി, അത് പിന്നെ നമുക്ക് നാട്ടിലെ അത്രയും അർജന്റ് ആയതുകൊണ്ടല്ലേ. ഇനിയിപ്പോ വയനാട് വരെ പോയാൽ തന്നെ നമുക്ക് മനസ്സമാധാനത്തോടെ എൻജോയ് ചെയ്യാൻ പറ്റുമോ? അത് നീ പറഞ്ഞത് ശരിയാ വരുവാനെ. ഇനിയിപ്പോ വയനാട് വരെ പോയി തന്നെ ഇരിക്കട്ടെ, അവിടെ ഒന്ന് മനസ്സമാധാനത്തോടെ എൻജോയ് ചെയ്യാൻ പോലും പറ്റില്ല നീ പറഞ്ഞതുപോലെ തന്നെ. ഇനിയിപ്പോ വീടെത്തിയാലേ കുറച്ച് സമാധാനമാവും. അത് വെച്ചാ ഇവളെ ചെറിയ കുട്ടികളെ പോലെ മൂഡ് ഓഫ് ആക്കിയിരിക്കുന്നത്. ഏടി, പൈങ്കിളിയാണ് ഇത് പറഞ്ഞതെങ്കിൽ അവൾക്ക് സ്കൂളിലേക്ക് പോകുന്നതിന് വേണ്ടിയിട്ട് അവൾ പറയുന്നതെന്ന് വിചാരിക്കാം. നീ ഇപ്പൊ മനസ്സമാധാനത്തോടെ വീട്ടിലെത്തിയിട്ട് കുറച്ച് വിശ്രമിക്കാലോ. അത് ശരിയാട്ടാ, എനിക്ക് നാളെ സ്കൂളിലോട്ടൊന്നും പോണ്ട. ഇനിയിപ്പോ കുറച്ച് സ്വസ്ഥായിട്ട് കിടന്നുറങ്ങാം. എന്തായാലും നമ്മളെ വീട്ടിലെത്തിണ്ടല്ലോ. അവൾക്ക് നാളെ രാവിലെ തന്നെ എണീറ്റ് സ്കൂളിലൊക്കെ പോണ്ടേ. എടി, നീ ഒന്ന് ചുമ്മാ ഇരുന്നേ. ഇനിയിപ്പോ അത് കേട്ടിട്ട് വേണം അവൾ എണീച്ചിട്ട് തല്ല് കൂടാൻ വേണ്ടിയിട്ട്. അവളെ കിടന്നുറങ്ങട്ടെ, ഇനിയിപ്പോ അവളെ പറ്റിയിട്ടൊന്നും സംസാരിക്കണ്ട. ലച്ചുമോളെ, പൈങ്കിളിക്ക് നാളെ സ്കൂളുണ്ടോ? അതെ മാമ, അവൾക്ക് നാളെ സ്കൂളുണ്ട്. ഇനിയിപ്പോ ഇന്ന് വീട്ടിലെത്തിയാൽ തന്നെ വൈകുന്നേരം ട്യൂഷനുണ്ട്. ട്യൂഷനാ? എനിക്ക് നല്ല ക്ഷീണുണ്ട്, ഇന്ന് ഞാൻ ട്യൂഷനൊന്നും പോകുന്നില്ല. ഏടി, അപ്പൊ ഞങ്ങൾ പറഞ്ഞതൊക്കെ നീ കേട്ടായിരുന്നു അല്ലേ? വെറുതെ ഉറങ്ങുന്നത് പോലെ നടിച്ചിട്ട് എല്ലാം കട്ട് കേൾക്കുമായിരുന്നു അല്ലേ? അമ്മേ അമ്മേ, ഞാനിന്ന് ട്യൂഷന് പോകണോ അമ്മേ? വേണ്ട മക്കളെ, മക്കളെ ഇന്ന് ട്യൂഷന് പോയില്ലെങ്കിലോ നാളെ പോയാൽ മതി കേട്ടോ. എടി, അമ്മ അതൊക്കെ പറയും, പക്ഷെ നീ എന്തായാലും ട്യൂഷന് പോകണം കേട്ടോ. അമ്മേ വേണ്ട മക്കളെ, ചേച്ചി ചുമ്മാ പറയുന്നതാ. മോള് പോണ്ട കേട്ടോ ഇന്ന്. നോക്കി നോക്കി, അവളെ ചുമ്മാ ഉറങ്ങുന്നത് പോലെ നടിക്കുന്നത്, നമ്മൾ എന്ത് പറയുന്നതെന്ന് കട്ട് കേൾക്കാൻ വേണ്ടിട്ട്. ചേച്ചി, ഞാൻ അങ്ങനെയുള്ള ആളൊന്നുമല്ല, ഞാനേ കിടന്നുറങ്ങാൻ പോവാ. നോക്കി നോക്കി, ഇപ്പോഴും കൂടി അവൾ കട്ടല്ലേ കേട്ടത്. എടി ലച്ചോ, നീ ഒന്ന് ചുമ്മാ ഇരിയേ, അവള് കിടന്നുറങ്ങട്ടെ. വെറുതെ നീ വഴിക്കിന് എന്തിനാ പോന്നേ? ഇവളാണോ പാവം? പാവന്ന്. അമ്മേ ബൈ ബൈ. ശരി മക്കളെ, ബൈ ബൈ. മോളെ, ആ ബാഗും കൂടി തൂക്കിക്കൊണ്ട് പോയേ. അമ്മേ, എന്നെ കൊണ്ടൊന്നും വയ്യ, അമ്മ എന്നെ കൊണ്ടുവാ. ഇപ്പഴാ കുറച്ച് സമാധാനായ. എടി, നീ സോഫയിൽ കയറി ഇരിക്കാതെ പോയി കുളിച്ചിട്ട് ഡ്രസ്സൊക്കെ മാറുന്നേ. പ്ലീസ് അമ്മച്ചി, കുറച്ച് ഞാൻ ടി വി ഒക്കെ കണ്ടോട്ടെ പ്ലീസ്. ടിവിയോ? ഇപ്പോഴും കുളിച്ച് വന്നിട്ട് കണ്ടാ മതി, അല്ലേ നല്ല അടി കിട്ടും. ശരി അമ്മേ. എടി, കുറച്ച് അപ്പം എന്തെങ്കിലും ഉണ്ടാക്കടി പെട്ടെന്ന്, വിശന്നിട്ട് കണ്ണ് കാണാൻ മേല. ആ ചേട്ടാ, ഞാൻ ഇപ്പം കൊണ്ടുവരാവേ. അയ്യോ ചേട്ടാ, ഫ്രിഡ്ജിലെ മാവൊന്നും ബാക്കിയിരിപ്പില്ല. ഇനിയിപ്പോ എന്താ ചെയ്യാ? ഓ, അതൊന്നും കുഴപ്പമില്ല. നീ കുറച്ച് പുലാവോ അല്ലെങ്കിൽ ചപ്പാത്തിയോ മറ്റോ ഉണ്ടാക്ക്. എന്നാ ശരി ഏട്ടാ, ഞാനേ പുലാവ് ഉണ്ടാക്കി കൊണ്ടുവരാം. ഏട്ടാ, ആ ബാഗിലുള്ള ഡ്രസ്സൊക്കെ ഇല്ലേ, അതൊന്നേ ആ വാഷിൽ ഇട്ടേക്കട്ടോ. ഓക്കെ എടി, അത് ഞാൻ ചെയ്യാം. അമ്മച്ചി പോയല്ലോ, ഇനി കുറച്ച് സമയം ടി വി കണ്ടിരിക്കാം. അല്ലേ വേണ്ട, ടി വി വെച്ച സൗണ്ട് കേട്ടാലേ അമ്മ ഇപ്പൊ വരും. ഇവൻ ഈ ഫോട്ടോസ് ഒന്നും ഡിലീറ്റ് ആക്കിയില്ലേ? അല്ല, ആരിത്? കുട്ടാപ്പി മോനോ? ഞങ്ങൾ ഇന്ന് രാവിലെ എത്തിയതാ മോനെ. അച്ചൂടാ മോനെ, അമ്മ വീട്ടിലില്ലേ? മോനെ, അമ്മ ഇപ്പൊ വരൂ കേട്ടോ. മോനെ അകത്തെ ചേച്ചിയുടെ അടുത്തിരുന്നു കേട്ടോ. മോനെ, അകത്തെ പൈങ്കിളി ചേച്ചി ഉണ്ട്, ചേച്ചിയുടെ അടുത്ത് പോയിട്ട് മോനിരുന്നു കേട്ടോ. അപ്പോഴേക്കും വല്യമ്മേ നിനക്ക് ഭക്ഷണം കൊണ്ടുവരാട്ടോ. അതില്ല ചേച്ചി, എന്റെ വീട്ടിൽ ആരുമില്ല. അപ്പൊ
അതിനെ നിന്നോട് ആരാ ചോദിച്ചേ? എനിക്കൊന്നും വേണ്ട. അല്ല ഇതാരേ ഞങ്ങളെ വീട്ടിലേക്ക് പുതിയ ഗസ്റ്റുകൾ വന്നിട്ടുണ്ടല്ലോ. എടാ കുട്ടാപ്പി, അമ്മ എവിടെ? അച്ഛാ അച്ഛാ അവനോട് സംസാരിക്കല്ലോ അച്ഛാ, അവനെ എന്നെ വഴക്ക് പറഞ്ഞു. ഇല്ല വല്യച്ഛ, ഞാനൊന്നും പറഞ്ഞില്ല. ഭയങ്കര കള പറയുന്നു. ഇല്ല അച്ഛാ, അവനെ എന്നെ വഴക്ക് പറഞ്ഞു അച്ഛാ. അച്ഛനെ അവനോട് മിണ്ടണ്ട. ഏടി അവന് ചെറിയ കുഞ്ഞല്ലേ, നീ എന്തിനാ അതൊക്കെ കാര്യമാക്കി എടുക്കുന്നേ? കുട്ടാപ്പി മോനെ, നിനക്കിന്ന് സ്കൂളില്ലേടാ? ഉണ്ട്. അച്ഛാ പ്ലീസ് അച്ഛാ അവനോട് സംസാരിക്കല്ലേ. കുട്ടാപ്പി മോനെ, നമുക്ക് കുറച്ച് പുലാവിട്ടെ. വേണ്ടെങ്കിൽ പാടാ. എന്റെ കയ്യിലുള്ള ആ പുലാവി എനിക്കിതാ, ഞാൻ കഴിക്കാം. എടാ നീ ഇപ്പൊ എന്തിനാടാ അച്ഛനെ വിളിച്ചത്? എന്നെ പറഞ്ഞു കൊടുക്കാൻ വേണ്ടിട്ടല്ലേ? പൈങ്കിളി, നീ എന്റെ കയ്യിൽ നിന്ന് നല്ല അടി വാങ്ങുവേ. കുട്ടാപ്പി മോനെ, മോന് കഴിച്ചോട്ടോ. എനിക്ക് നല്ല ക്ഷീണുണ്ട്, ഞാൻ കുറച്ച് കിടന്നുറങ്ങട്ടെ. മോന് കഴിച്ചോട്ടോ. മോനെ ചേച്ചി ഒന്നും നോക്കണ്ട.